ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ 2025 2024 SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇൻ ദ ഫിഗർ O is the center of the circle. If angle ACB equal to 70 degree. ചിത്രത്തിൽ O വൃത്തകേന്ദ്രം. ആംഗിൾ ACB 70 ഡിഗ്രി ആയാൽ ആംഗിൾ AOBയും ആംഗിൾ ADBയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഫിഗർ, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിലെ രണ്ട് പോയിന്റുകളാണ് എയും ബിയും. എ ബിയിൽ നിന്ന് സെന്റർ ഓഫ് ദി സർക്കിൾ അഥവാ വൃത്ത കേന്ദ്രത്തിലേക്ക് ഒരു കോണ് ഉണ്ടാക്കിയിട്ടുണ്ട്, അഥവാ ഒരു ആംഗിൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമുക്ക് സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ എന്നാണ് പറയുന്നത്. ഇനി ഇതേ പോയിന്റിൽ നിന്ന് എ ബി എന്ന പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് കേന്ദ്ര കോണിന്റെ അതേ സൈഡിലേക്ക് മറ്റൊരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആംഗിൾ ACB. അതെത്രയാണ്? 70 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ AOBയും ആംഗിൾ ADBയുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 6 കാര്യങ്ങളാണ് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അതിലെ ഈ ആദ്യത്തെ പിക്ചർ വെച്ചിട്ടാണ്, ആദ്യത്തെ ഈ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഒരു കോഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, അഥവാ ഒരു ഞാൺ. ഈ ഞാണിൽ നിന്നും സർക്കിളിന്റെ സെൻട്രലിലേക്ക് അഥവാ കേന്ദ്രത്തിലേക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ. ഇവിടെ എത്രയാണ് കേന്ദ്രകോൺ? X ഡിഗ്രിയാണ്. ഇനി അതേ കോഡിൽ നിന്നും കേന്ദ്രകോണിന്റെ അതേ സൈഡിലേക്ക് വരുന്ന വൃത്തത്തിൽ ഉണ്ടാകുന്ന ആംഗിൾ X/2 ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ഒരു കോൺ അഥവാ ഒരു ഞാൺ വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഈ AB എന്ന് പറഞ്ഞ കോഡിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് അഥവാ കേന്ദ്രത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ആംഗിൾ AOB. അതേപോലെ ഇതേ കോഡിൽ നിന്നും സർക്കിളിന്റെ സെന്ററിന്റെ അതേ സൈഡിലേക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ACB. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ഒരേ കോഡിന്റെ രണ്ടറ്റത്തിൽ നിന്നും കേന്ദ്രകോണിന്റെ അതേ സൈഡിലേക്ക് വൃത്തത്തിൽ ഉണ്ടാകുന്ന ആംഗിൾ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറി പ്രകാരം ആംഗിൾ ACB എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആംഗിൾ AOB അഥവാ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. ഇതാണ് നമ്മുടെ തിയറി പ്രകാരം നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം. ഇവിടെ ആംഗിൾ ACB നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 70 ഡിഗ്രി അഥവാ 70 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഈക്വൽ ടു ആംഗിൾ AOB/2 ആണ്. അങ്ങനെയാണെങ്കിൽ therefore ആംഗിൾ AOB അഥവാ സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ എത്രയാണ്? 70 × 2 ഈക്വൽ ടു 140 ഡിഗ്രി ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ AOB എത്രയാണെന്ന് കിട്ടി? 140 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ ADB ആണ്. ഇവിടെ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ ഫിഗറിൽ ഒരു കോഡ് തന്ന അതേ കോഡിന്റെ രണ്ടറ്റത്തിൽ നിന്നും സർക്കിളിലേക്ക് ഉണ്ടാവുന്ന എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ കോഡ് ABയിൽ നിന്നാണ് ആംഗിൾ ACB ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ കോഡ് ABയുടെ രണ്ടറ്റത്തിൽ നിന്നും തന്നെയാണ് ആംഗിൾ ADBയും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ആംഗിൾ, നമ്മുടെ തിയറി പ്രകാരം നമുക്ക് എന്ത് പറയാം? ആംഗിൾ ACBയും അതേപോലെ തന്നെ ആംഗിൾ ADBയും ഈക്വൽ ആണ്. അതുകൊണ്ട് ആംഗിൾ ADB എത്രയായിരിക്കും? 70 ഡിഗ്രി. അടുത്ത ചോദ്യം, സി ദ ഫിഗർ. If a circle is drawn with AB as diameter, what are the positions of the points P and Q with respect to the circle? ചിത്രത്തിൽ AB വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ P, Q എന്നീ ബിന്ദുക്കൾ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിലോ എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ AB എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണെന്ന് തന്നിട്ടുണ്ട്. സർക്കിളിന്റെ ഡയമീറ്ററിൽ നിന്ന് വരുന്ന ആംഗിൾസ് ഏത് ചോദ്യത്തിൽ വന്നാലും അത് നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് ഈ മൂന്നാമത്തെ ഫിഗർ. എന്താണ് ഈ ഫിഗറിൽ പറയുന്നത്? ഇവിടെ ഇതൊരു ഡയമീറ്റർ ആണ്. ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ് ഈ ലൈൻ.
ഓക്കെ. ഇനി ഈ ലൈനിൽ നിന്നും സർക്കിളിലേക്ക് വരുന്ന ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആയിരിക്കും, അഥവാ 90 ഡിഗ്രി ആയിരിക്കും ഈ വ്യാസത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന എല്ലാ കോണുകളും. ഇനി ഈ ഡയമീറ്ററിൽ നിന്ന് അഥവാ വ്യാസത്തിൽ നിന്ന് വൃത്തത്തിന്റെ പുറത്തേക്ക് വരുന്ന കോണുകൾ 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അതുപോലെ ഈ വ്യാസം അഥവാ ഡയമീറ്ററിൽ നിന്ന് വൃത്തത്തിന്റെ അകത്തു വരുന്ന എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ എ ബി ഒരു വ്യാസമാണ്, ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. എ ബിയിൽ നിന്ന് ആദ്യം വരുന്ന ആംഗിൾ എ പി ബി അതെത്രയാണ്? 110 ഡിഗ്രിയാണ്, അതായത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അഥവാ 90 ഡിഗ്രിയേക്കാൾ വലുതായതുകൊണ്ട് തന്നെ പി എന്ന പോയിന്റ് സർക്കിളിന്റെ ഇൻസൈഡ് ആണ്, അഥവാ സർക്കിളിന്റെ അകത്താണെന്ന് പറയാം. ഇനി ആംഗിൾ എ ക്യു ബി എത്രയാണ്? 80 ഡിഗ്രിയാണ്. 80 ഡിഗ്രി എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രിയാണ്, അഥവാ 90 ഡിഗ്രിയേക്കാൾ കുറവാണ് 80 ഡിഗ്രി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ക്യു ബി എന്ന ആംഗിൾ സർക്കിളിന്റെ പുറത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പോയിന്റ് ക്യൂ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. അപ്പോ ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് പറയാം? പി എന്ന പോയിന്റിന്റെ the position of the point P is inside the circle and the position of the point Q is outside the circle. അഥവാ P എന്ന ബിന്ദു വൃത്തത്തിനകത്തും Q എന്ന ബിന്ദു വൃത്തത്തിന് പുറത്തുമാകുന്നു എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. The central angle of the arc AXB is 110 degree and the central angle of the arc CYD is 80 degree. Find the angles of triangle APD. ചിത്രത്തിൽ ചാപം AXBയുടെ കേന്ദ്രകോണിന്റെ അളവ് 110 ഡിഗ്രിയാണ്. ചാപം CYDയുടെ കേന്ദ്രകോണിന്റെ അളവ് 80 ഡിഗ്രിയുമാണ്. ത്രികോണം APDയുടെ കോണുകളുടെ അളവുകൾ കണ്ടെത്തുക. ഇവിടെ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കാര്യം, ഈ ആർക്ക് AXB, ഓക്കെ, AXB എന്ന് പറയുന്ന ചാപം ആർക്ക് ഇതാണ്. ഇതിന്റെ സെൻട്രൽ ആംഗിൾ 110 ഡിഗ്രിയാണ് തന്നത്. അപ്പോൾ നമുക്ക് ഈ സർക്കിളിന്റെ സെൻട്രൽ പോയിന്റ് ആയിട്ട് ഇവിടെ എടുക്കാം. ഓക്കെ. ഇനി AB എന്ന് പറയുന്ന പോയിന്റ്സ് നമുക്ക് കൂട്ടിമുട്ടിച്ചൊരു കോഡ് അഥവാ ഒരു ഞാണ് ഉണ്ടാക്കാം. ഇനി ABയിൽ നിന്ന് സെൻട്രലിലേക്ക് ഒരു ആംഗിൾ വരച്ച് അതെന്താണ്? സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ. അത് എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 110 ഡിഗ്രി. ഓക്കെ. അതായത് AXB എന്ന് പറയുന്ന ആർക്ക് അഥവാ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ 110 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. നമ്മൾ അവിടെ വരച്ചു. ഇനി രണ്ടാമതായി നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? CYD എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ 80 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ CYDയിൽ സിയുനെയും ഡിനെയും കൂട്ടിമുട്ടിച്ചൊരു കോഡ് അഥവാ ഞാണ് വരച്ചു. ഇനി CD എന്ന് പറയുന്ന കോഡിൽ നിന്നും ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുക. ഓക്കെ. ഇത് എത്രയാണെന്നാണ് തന്നിട്ടുള്ളത്? 80 ഡിഗ്രി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രയാങ്കിൾ APD എന്ന് പറയുന്ന ത്രികോണത്തിന്റെ 3 ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാണ് അപ്പൊ ആംഗിൾസ്? ഒന്ന് ഈ ആംഗിൾ ട്രയാങ്കിൾ APDയുടെ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഏതൊക്കെ ആംഗിൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും? ആംഗിൾ A കണ്ടുപിടിക്കണം, അതേപോലെ ആംഗിൾ P കണ്ടുപിടിക്കണം, അതേപോലെ ആംഗിൾ D കണ്ടുപിടിക്കണം. ഇതാണ് ആംഗിൾ D, അതേപോലെ ഇതാണ് ആംഗിൾ P. ഈ 3 ആംഗിൾസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. എന്താണ് ആദ്യം തന്നിരിക്കുന്ന ഡീറ്റെയിൽ? ആർക്ക് AXBയുടെ സെൻട്രൽ ആംഗിൾ 110 ഡിഗ്രി ആണെന്നാണ് ആദ്യം തന്നിട്ടുള്ള ഡീറ്റെയിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? AB എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ടാക്കി. ആ കോഡിൽ നിന്ന് സെൻട്രലിലേക്ക് സർക്കിളിന്റെ കേന്ദ്രത്തിലേക്ക് ഒരു കോൺ അഥവാ ആംഗിൾ ഉണ്ടാക്കി. അതാണ് 110 ഡിഗ്രി. നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതേ കോഡിൽ നിന്ന്, ഓക്കെ, ആംഗിൾ AB എന്ന് പറയുന്ന സെയിം കോഡിൽ നിന്ന് കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിളിന്റെ സെയിം സൈഡിലേക്ക് സർക്കിളിലേക്ക് വരുന്ന ആംഗിൾ എത്രയാണെന്ന് പഠിച്ചിട്ടുള്ളത്? സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോഡ് ABയിൽ നിന്നും കേന്ദ്രകോണിന്റെ സെയിം സൈഡിലേക്ക് വരുന്ന വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ADB. ഇവിടെ AB എന്ന് പറയുന്ന കോഡിൽ നിന്ന് തന്നെയാണ് ആംഗിൾ ADBയും വന്നിട്ടുള്ളത്, കേന്ദ്രകോണിന്റെ സെയിം സൈഡിലേക്ക്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ADB എത്രയായിരിക്കും? കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും. അപ്പോൾ ആംഗിൾ D നമുക്ക് അവിടെ കിട്ടി. കേന്ദ്രകോണിന്റെ പകുതി എന്ന് പറയുന്നത് 110/2 എത്രയാണ്? 55 ഡിഗ്രി.
അങ്ങനെ ഒരു ആംഗിൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഡീറ്റെയിൽ വെച്ച് അടുത്ത ആംഗിൾ കണ്ടുപിടിക്കാം. CYD എന്ന് പറയുന്ന ഒരു ആർക്ക്, ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 80 ഡിഗ്രി ആണെന്നാണ് രണ്ടാമത് തന്നിട്ടുള്ള കാര്യം. നമ്മൾ സിനെയും ഡിനെയും കൂട്ടിമുട്ടിച്ച് ഒരു കോഡ് അഥവാ ഒരു ഞാണ് വരയ്ക്കുന്നു. ഇനി ഈ ഞാണിൽ നിന്നും സെന്ററിലേക്ക്, സർക്കിളിന്റെ കേന്ദ്രത്തിലേക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു, അതാണ് 80 ഡിഗ്രി. ഇനി ഈ CD എന്ന് പറയുന്ന അതേ കോഡിൽ നിന്നും സെൻട്രൽ ആംഗിളിന്റെ അതേ സൈഡിലേക്ക്, സർക്കിളിലേക്ക് വരുന്ന ഒരു ആംഗിൾ ഉണ്ട്. ഏതാണ്? ആംഗിൾ DAC. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, CD എന്ന് പറയുന്ന അതേ ഞാണിൽ നിന്നും തന്നെയാണ് CAD എന്ന് പറയുന്ന ആംഗിൾ വന്നിട്ടുള്ളത്. അതേപോലെ കേന്ദ്രകോണിന്റെ സെയിം സൈഡിലേക്കാണ്, അതേപോലെ വൃത്തത്തിൽ തട്ടിയിട്ടുണ്ട്. 80 ഡിഗ്രി കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും ആംഗിൾ CAD എന്ന് പറയാം. അപ്പൊ ആംഗിൾ A എത്രയായിരിക്കും? 80/2, അതായത് 40 ഡിഗ്രി. ഇനി ജനറലായി നമുക്ക് അറിയുന്ന ഒരു കാര്യം വെച്ചിട്ടാണ് ആംഗിൾ P കണ്ടുപിടിക്കുന്നത്. എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾസ്, അതായത് 3 ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? ഇത് ട്രയാങ്കിൾ ABC ആണെങ്കിൽ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കണം. ഇത് ജനറൽ ആയിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. ഇത് വെച്ചിട്ടാണ് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ 40 ഡിഗ്രിന്നും 55 ഡിഗ്രിന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി 180 ഡിഗ്രിയിൽ നിന്നും 40 ഡിഗ്രിയെയും 55 ഡിഗ്രിയെയും കുറച്ചു കഴിഞ്ഞാൽ ആംഗിൾ P നമുക്ക് കിട്ടും. 180 മൈനസ് 40 മൈനസ് 55 എത്രയാണ്? 85 ഡിഗ്രി. അപ്പോൾ ട്രയാങ്കിൾ APDയുടെ 3 ആംഗിൾസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആംഗിൾ A 40 ഡിഗ്രിയാണ്, ആംഗിൾ P 85 ഡിഗ്രിയാണ്, ആംഗിൾ D 55 ഡിഗ്രിയാണെന്ന് കിട്ടി. അടുത്ത ചോദ്യം, C and D are points on a semicircle with AB as diameter. Angle BDC equal to 125 degree. CD is parallel to AB. Find the measures of angle BAC, angle ACB, angle ACD, angle ABD. AB വ്യാസമായ അർദ്ധവൃത്തത്തിലെ ബിന്ദുക്കളാണ് CD എന്നിവ. ആംഗിൾ BDC 125 ഡിഗ്രിയാണ്. ABക്ക് സമാന്തരമാണ് CD. ചുവടെ കൊടുത്തിരിക്കുന്ന കോണളവുകൾ കണക്കാക്കുക. ഈ ഫിഗറിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം. AB ഈ സെമി സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസം. ABയും CDയും പാരലലാണ് അഥവാ സമാന്തരമാണ്. ഇതൊരു ഹോൾ സർക്കിൾ ആയിരുന്നുവെങ്കിൽ, അതായത് ഇതൊരു വൃത്തമായിരുന്നുവെങ്കിൽ ABDC ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവുമായിരുന്നു, അതായത് ചക്രീയ ചതുർഭുജം ആവുമായിരുന്നു. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത? സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ 4 മൂലകളും സർക്കിളിൽ മുട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഇതൊരു ചതുർഭുജമാണ്, 4 സൈഡുള്ള ഒരു ചതുർഭുജം. ഈ 4 സൈഡും സർക്കിളിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ABDC എന്ന ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പറയാം. ഇനി ഇവിടെ നാലാമത്തെ ഫിഗറിൽ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, കാരണം ഇതിന്റെ 4 മൂലകളും സർക്കിളിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ് പഠിക്കുന്നത്? ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്, ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിയാലും 180 ഡിഗ്രിയാണ്. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസുകളുടെ തുക അഥവാ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും എന്നാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. ആംഗിൾ സിയും ആംഗിൾ ബിയും കൂട്ടിക്കഴിഞ്ഞാലും 180 ഡിഗ്രി കിട്ടണം. അതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കണം. അതുപോലെ തന്നെ ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കണം. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം. ആദ്യം എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ആംഗിൾ BAC, അതായത് BAC, അതായത് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് അഥവാ തുക 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആംഗിൾ BDC എത്രയാണ്? 125 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എന്തായിരിക്കും? 180 മൈനസ് 125 എത്രയാണ്? 55 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ BAC എന്ന് പറയുന്നത് 55 ഡിഗ്രി ആണെന്ന് പറയാം.
ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ആംഗിൾ എ സി ബി. എ സി ബി ഈ ആംഗിൾ ആണ് അടുത്തതായിട്ട് കണ്ടുപിടിക്കാൻ. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ബി ഒരു ഡയമീറ്റർ ആണ്. ഈ സർക്കിളിന്റെ അഥവാ ഈ സെമി സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ് എ ബി. ഒരു ഡയമീറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരുന്ന ഏതൊരു ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എ ബി എന്ന ഡയമീറ്ററിൽ നിന്നാണ് ഈ എ സി ബി എന്ന ആംഗിൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ആംഗിൾ എ സി ബി എത്രയാണ്? 90 ഡിഗ്രി. ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആംഗിൾ എ സി ഡി. ആംഗിൾ എ സി ഡി അതായത് ഈ ടോട്ടൽ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ആംഗിൾ എ സി ബി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, 90 ഡിഗ്രി ആണ്. ഇനി ആംഗിൾ ബി സി ഡി, ഈ ചെറിയ ആംഗിൾ കൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ എ സി ഡി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. 2 പാരലൽ ലൈൻസ് വരയ്ക്കും. ഈ പാരലൽ ലൈൻസിന് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ലൈൻ പോകും. അങ്ങനെ പോകുന്ന ടൈമിൽ അതിലെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇവിടെ എ ബിയും സി ഡിയും പാരലൽ ലൈൻസ്, അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ലൈനാണ് ബി സി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. അതിലെ 2 ആംഗിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ പ്രത്യേകത എന്താണ്? ഒരു ട്രയാങ്കിൾസിന്റെ 3 മൂലകളിലെയും ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇവിടെ 55 ഡിഗ്രി ഉണ്ട്, 90 ഡിഗ്രി ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? 180 ഡിഗ്രി മൈനസ് 55 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി എത്രയാണ്? 35 ഡിഗ്രി. ഇതൊക്കെ എത്ര കിട്ടി? 35 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന പാരലൽ ലൈൻസ് എന്ന പാഠത്തിലെ ആംഗിൾസിന്റെ പ്രകാരം എന്ത് പറയാം? ഇത് 35 ഡിഗ്രി ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ സി ഡി എത്രയാണ്? 90 ഡിഗ്രി പ്ലസ് 35 ഡിഗ്രി എത്ര വരും? 125 ഡിഗ്രി. അടുത്തത് ഏതാണ്? ആംഗിൾ എ ബി ഡി. ആംഗിൾ എ ബി ഡി അതായത് ഈ ഹോൾ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഒരു ചെറിയ ഈ ആംഗിൾ 35 ഡിഗ്രിയാണ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഈ ഹോൾ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പറഞ്ഞു ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, അതായത് ചക്രീയ ചതുർഭുജമാണെന്ന് പറഞ്ഞു. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ തുക അഥവാ സം 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ സിയും ആംഗിൾ ബിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. ഇവിടെ ആംഗിൾ സി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആംഗിൾ എ സി ഡി എത്രയാണ്? 125 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചു. ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി എത്രയായിരിക്കും? 180 ഡിഗ്രി ആണ്. ആംഗിൾ സി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, എത്രയാണ്? 125 ഡിഗ്രി പ്ലസ് ഇനി ആംഗിൾ ബി അഥവാ ആംഗിൾ എ ബി ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ആംഗിൾ എ ബി ഡിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 180 ഡിഗ്രി മൈനസ് 125 ഡിഗ്രി എത്രയാണ്? 55 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എ ബി ഡി എത്ര വരും? 55 ഡിഗ്രി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2022, 2021 വർഷങ്ങളിൽ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നിന്നും വന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നു. താങ്ക് യു.